ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് അബ്ദുൾ അലാം മൗദൂദിയുടെ പ്രത്യയശാസ്ത്രം ജനകീയമാക്കാൻ അവരുടെ യുവജന വിഭാഗമായ സോളിഡാരിറ്റിയുടെ നീക്കം നടത്തുന്നു. സോളിഡാരിറ്റി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സയ്യിദ് മൗദൂദിയും ഷെയ്ഖ് ഖറദാവിയും ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തയും വികാസവും എന്ന വിഷയത്തിൽ ഇന്ന് മലപ്പുറത്ത് ഒരു സംവാദം സംഘടിപ്പിക്കുകയാണ്. ഈ പരിപാടി വലിയ രാഷ്ട്രീയമായി കൂടി ചർച്ചയാവുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയുടെ UDF പ്രവേശനത്തിന് ഇത് സഹായകരമാകും എന്ന തരത്തിലാണ് അവർ അതിനെ കാണുന്നതെങ്കിൽ വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇത് വേദിയാകുന്നു. ഒരു വലിയ രാഷ്ട്രീയ വിവാദം തന്നെ ഉടലെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമായി ഇത് മാറാൻ പോകുന്നു എന്ന് വേണം ഇപ്പോൾ തന്നെ മനസ്സിലാക്കാൻ. RSS 100-ാം വാർഷികം ആഘോഷിക്കുന്ന വർഷം ജമാഅത്തെ ഇസ്ലാമിയുടെ 81-ാം വർഷമാണ്. അപ്പോൾ ഹിന്ദു മതരാഷ്ട്രവാദവും ഒപ്പം തന്നെ ഇസ്ലാം രാഷ്ട്രവാദവും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമിക പണ്ഡിതനായിരുന്ന അബ്ദുൾ അലാം മൗദൂദിയുടെ ആശയ അടിസ്ഥാനത്തിൽ 1941 രൂപീകരിക്കപ്പെട്ടതാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമി ആണ് ശ്രീലങ്ക, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് സംഘടന. മറ്റു രാജ്യങ്ങളിൽ തീവ്രമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അവർക്ക് അത്തരം നിലപാടുകൾ ഇല്ല എന്നതാണ് ഇവിടെ പൊതുസമൂഹത്തിന് മുന്നിൽ പറയുന്നത്. പക്ഷേ ആ ആശയങ്ങളിൽ നിന്ന് അവർ പിന്നോട്ട് പോയിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ പരിപാടി. അവിടെ മാധ്യമങ്ങൾക്ക് മറ്റ് പുറത്തുനിന്നുള്ളവർക്ക് പ്രവേശനമില്ല. അവരുടെ ഇതിൽ വിശ്വസിക്കുന്ന പ്രവർത്തകർക്ക് മാത്രം പങ്കാളിത്തമുള്ള രീതിയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളടക്കം വലിയ വിവാദമാവുകയും ചർച്ചയാവുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ രീതിയിൽ അതൊരു വിവാദമായി തന്നെ മാറുകയാണ്. ഇപ്പോൾ ഈ പരിപാടി ഈ രീതിയിൽ ചർച്ചയാവുകയും രാഷ്ട്രീയ പ്രാധാന്യം ലഭിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ ജമാഅത്തെ ഇസ്ലാമി വർഗീയ ശക്തികളോ മതരാഷ്ട്രവാദികളോ അല്ല എന്ന് വാദിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അവർക്ക് അങ്ങനെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശനിൽ നിന്നാണ്. അത് കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്താണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് പ്രതിപക്ഷ നേതാവ് നൽകിയത് അന്ന് തന്നെ വലിയ രാഷ്ട്രീയ വിവാദമാവുകയും CPM ശക്തമായി രംഗത്തെത്തുകയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആരും അടുപ്പിക്കാത്തവരാണ് അവർ എന്ന കാര്യം ചൂണ്ടിക്കാട്ടുകയും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അതൊരു വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തതാണ്. അന്ന് തന്നെ ഇതൊരു തുടർച്ചയായിരിക്കുമെന്നും UDF പ്രവേശനം ഉറപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന തരത്തിലൊക്കെയുള്ള വലിയ ചർച്ചകൾ ഉണ്ടായപ്പോഴാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ വെളിച്ചത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ UDFനെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധി ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും VD സതീശന്റെ ആ പഴയ വാക്കുകൾ ഒന്നുകൂടി കാണാം. അവര് ആ വാദമൊന്നും അവരില്ല, അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോ ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനാണ്, UDFനാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ. അപ്പോൾ സംസ്ഥാനം 2 നിർണായക തെരഞ്ഞെടുപ്പുകളിലേക്ക് കൂടി കടക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ജമാഅത്തുമായുള്ള ഈ ബന്ധം ഈ രീതിയിൽ വലിയ ചർച്ചയാകുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇത്തരം ചർച്ചകൾ വരുന്നത് നമ്മൾ കണ്ടതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തായാലും ഒക്കെ ഇത്തരം ചർച്ചകൾ സജീവമാകുന്നുണ്ട്. അത് ഭൂരിപക്ഷ വോട്ടും ന്യൂനപക്ഷ വോട്ടും സമാഹരിക്കാൻ മുന്നണികൾ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചയാണ്. പരസ്യമായി ഇപ്പോൾ ഭൂരിപക്ഷ വോട്ട് എന്നത് ലക്ഷ്യമിട്ട് CPM നടത്തുന്ന രാഷ്ട്രീയ ഇടപെടലുകൾ നമുക്കറിയാവുന്നതാണ്. ശബരിമല വിഷയത്തിലും മറ്റുമൊക്കെ അത്തരം സമീപനങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുമ്പോഴാണ് ഇപ്പോൾ ഒരു ഭാഗത്ത് ഇസ്ലാം മതരാഷ്ട്രം എന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനത്തിലേക്ക് ജമാഅത്തെ പോവുകയും അതിന് അവർക്കൊപ്പം അല്ലെങ്കിൽ UDFനെ സഹായിക്കുന്ന രാഷ്ട്രീയമായ അത്തരം നിലപാടുകൾ സ്വീകരിക്കുകയും അവർക്ക് പരസ്യമായി അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന UDFനെ സംബന്ധിച്ച് അതൊരു വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന, അവർ വിശദീകരിക്കേണ്ടുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ KPCC അധ്യക്ഷൻ തയ്യാറായിട്ടില്ല. അത്തരം പരിപാടി നടക്കുന്നതിന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ലീഗ് ഇതിനെ വളരെ ജാഗ്രതയോടുകൂടി കാണുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ലീഗിലും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ അഭിപ്രായ ഭിന്നതകളും വ്യത്യാസങ്ങളും ഒക്കെ നിലനിൽക്കുന്നത് നമുക്കറിയാം. സാദിഖ് അലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞ തവണ നടത്തിയ പരാമർശങ്ങൾ പോലും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത് പാണക്കാട് തങ്ങൾമാർ
ഇത്തരം പരിപാടികളിൽ ഇവരുടെ പരിപാടികളിൽ പങ്കെടുക്കാറില്ലായിരുന്നു എന്നൊരു സാഹചര്യം ചൂണ്ടിക്കാണിച്ചതാണ്. അതിനെ ന്യായീകരിക്കാൻ സാധിക്കലി പറഞ്ഞ കാര്യങ്ങളൊക്കെ വിവാദമായതൊക്കെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് KT ജലീൽ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. KT ജലീലിനെ പോലെയുള്ളവരൊക്കെ ഇതിനെ ആയുധമാക്കുന്നുണ്ട്. എന്താണ് ഇവരുടെ സ്വത്വം എന്നത് നേരത്തെ തന്നെ രൂപപ്പെട്ടിട്ടുള്ളതാണ്. അത് പ്രകടമാവുകയാണ്. അതിനോട് ചേർന്ന് നിൽക്കുകയാണ് ലീഗ്, UDF തുടങ്ങിയ കാര്യങ്ങൾ വെളിച്ചത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. അപ്പോൾ ഇത് എന്തായാലും വലിയൊരു രാഷ്ട്രീയ വിവാദമായി തന്നെ മാറുന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് എന്തായാലും ഇത് ആ രീതിയിൽ കൂടി ചർച്ചയാകും. CPM ശക്തമായി ഇതിനെതിരെ രംഗത്ത് വരാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. ഇപ്പോൾ തന്നെ നേതാക്കൾ അത്തരം പ്രതികരണങ്ങളിലേക്ക് കടക്കുകയാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അതിശക്തമായ വിമർശനമാണ് ഈ രീതിയിലുള്ള ബാന്ധവത്തിനെതിരെ ഉയർത്തിയത് എന്ന് നമ്മൾ കാണണം. അപ്പോൾ ഇന്ന് 7 മണിക്ക് നടക്കുന്ന പരിപാടി, അതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ആ വിവാദം കൂടുതൽ കടുക്കും. വലിയ പോളറൈസേഷൻ വരെ വഴിവെക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു പക്ഷേ വികസിച്ചേക്കും ഇത്തരം സംഭവങ്ങളെന്ന് കരുതുന്നു. RSSന്റെ 100ാം വാർഷികാഘോഷം ഇന്നലെ നമ്മൾ കണ്ടതാണ്. ആ വാർഷികം നടക്കുന്ന വർഷം തന്നെയാണ് ജമാഅത്തയുടെ 81ാം വാർഷികവും നടക്കുന്നത്. ഹിന്ദു രാഷ്ട്രത്തിന് ബദലായി ഇസ്ലാം രാഷ്ട്രവാദം ഉയർന്നു വരുമ്പോൾ അതെങ്ങനെ സമൂഹത്തെ ബാധിക്കുന്നു എന്ന തരത്തിലുള്ള എങ്ങനെയൊക്കെ ചർച്ചകൾ പോകുന്നു, എങ്ങനെയൊക്കെ അതിൻ്റെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നതൊക്കെ വലിയ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. ഒപ്പം തന്നെ വളരെ ജാഗ്രതയോടുകൂടി നോക്കിക്കാണേണ്ടുന്ന സാഹചര്യം കൂടിയാണ്.